ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്റൽ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒലിവ് ബോർഡിന്റെ ലൈവ് മോക്ക് SSC CGL 2024 പ്രിലിംസിന്റെ ലൈവ് മോക്കിന്റെ 27 ഏപ്രിൽ 2024 സൊല്യൂഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് CGL-നും വരാൻ പോകുന്ന CHSL-നും അതുപോലെ നിങ്ങളുടെ റെയിൽവേയുടെ എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആണ്. എങ്ങനെ റിയൽ എക്സാമിന് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഈ ഒരു ലൈവ് മോക്കിന്റെ സൊല്യൂഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ 8 ലൈവ് മോക്കിന്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എല്ലാം പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ 8 മോക്ക് എന്ന് പറയുമ്പോൾ 200 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. 27 ഏപ്രിൽ 4 മെയ് അങ്ങനെ എല്ലാ ആഴ്ചത്തെയും ലൈവ് മോക്ക് നമ്മൾ സൊല്യൂഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും അത് അറ്റംപ്റ്റ് ചെയ്യുക, എന്നിട്ട് എന്റെ സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആണ് നിങ്ങൾക്ക് വരേണ്ടത് എന്ന് നോക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്, ലൈവ് മോക്കിന്റെ സൊല്യൂഷൻ എങ്ങനെ നിങ്ങൾ എക്സാമിന് ഇത് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. ബാക്കി ബേസിക് ക്ലാസ്സുകൾ എല്ലാ റെയിൽവേയുടെ ഫുൾ ഫൗണ്ടേഷൻ ബാച്ചും അതുപോലെ SSCയുടെ പിനാക്കിളിന്റെ സൊല്യൂഷനും അതുപോലെ കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ടുള്ള കംപ്ലീറ്റ് ബാച്ച് ആയിട്ടുള്ള SSC റെയിൽവേ എന്നിവയ്ക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ A ലെവൽ ബാച്ചും ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ആവശ്യം പോലെ കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ട് പഠിക്കാൻ നോക്കുക. പുതുതായിട്ട് വരുന്നവരാണെങ്കിൽ, കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതെല്ലാം കണ്ട് നന്നായിട്ട് നോട്ട് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവർക്കുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചാനലിലെ കണ്ടന്റ് കണ്ടതിന് ശേഷം നിങ്ങളത് സെറ്റായിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, വളരെ വേഗത്തിൽ എന്ത് ചെയ്യാം, ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് തീർക്കാം. ഇഫ് ദ വാല്യൂ ഓഫ് ഇതിന്റെ വാല്യൂ ഇതാണെങ്കിൽ വാട്ട് ഈസ് വാല്യൂ ഓഫ് ഇത്? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് താഴെ എന്ത് ചെയ്യുവാണ്, എന്തോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ മേളിൽ എന്തായിരിക്കും, പോയിന്റ് മാറിയുള്ള വാല്യൂ ആയിരിക്കും. അപ്പൊ അത് ഞാൻ എന്റെ ഇത് ഞാൻ എക്സാമിന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അധികം സമയം വേണ്ട. നമുക്ക് 0.45 എത്ര പോയിന്റ് മാറി, 1 2 3 4 5 6. താഴെ 10⁻6 കൊണ്ട് -6 കൊണ്ട് ഗുണിക്കുമ്പോൾ മേലെ എന്ത് ചെയ്യണം, 10⁻6 കൊണ്ട് ഗുണിക്കണം. അപ്പൊ അതായത് എത്ര വരും, ഇവിടെ നിന്ന് 6 0, അതായത് 221 0 ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ ക്വസ്റ്റിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പെൻ ഫ്രീ ആണ്. അപ്പൊ എങ്ങനെയാണ് ഇത് പെൻ ഫ്രീ ആവുന്നത്? അപ്പോൾ 1/45.23 വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ടൈപ്പ് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഇത് പെൻ ഫ്രീ ആവുന്നത്? ഇനി ഇതിന്റെ ബേസിക് മെത്തേഡ് പറയാം. ഓക്കെ, ബേസിക് മെത്തേഡ് എങ്ങനെയാ ചെയ്യുന്നത്? ഇത് എത്ര കൊണ്ടാ വന്നത്? 1/45.23 എത്ര കൊണ്ട് ഗുണിച്ചു ഇൻറ്റു എത്ര സ്ഥാനം മാറ്റിയത്? 1 2 3 4 5 6 1 2 3 4 5 6 7 8. അപ്പൊ അതായത് ഓൾറെഡി 2 പോയിന്റുകൾ ഉണ്ട്. അതായത് 6 സ്ഥാനം എന്ത് ചെയ്തു, മാറ്റി. 6 സ്ഥാനം മാറ്റണം എന്ന് പറഞ്ഞാൽ എത്ര കൊണ്ട് ഗുണിക്കണം? ഇവിടെ 10⁻6 കൊണ്ട് ഗുണിക്കണം. 10⁻6 കൊണ്ട് ഗുണിക്കണം. അപ്പോ ഇതിന്റെ വാല്യൂ, അതായത് ഇവിടെ എന്ത് ചെയ്യാണ്, 10⁻6 കൊണ്ട് ഗുണിച്ചേക്കാം. അതിന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 0.0221. ഇതെന്ന് പറഞ്ഞാൽ എവിടെയാണ്, 10⁻6 കൊണ്ട് ഗുണിക്കുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ ഇത്രയും വാല്യൂ ആണ് നമുക്കുള്ളത് 0.0221. അപ്പൊ ഇതിന് വരെ നമ്മൾ എന്ത് കൊടുക്കാം, 0.0221 കൊടുക്കാം. അതേ ഡിവൈഡഡ് ബൈ 10⁻6 ആണ്. 10⁻6 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/10⁻6 ആണ്. അപ്പൊ 10⁻6 മേളിൽ പോകുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 0.0221 ഇൻറ്റു 10⁻6 ആണ്. അതായത് ഇത് കഴിഞ്ഞ് 6 സ്ഥാനം മാറ്റി എന്ത് ചെയ്യണം, 4 സ്ഥാനം ഓൾറെഡി ഉണ്ട്, 0.221 ആവും. പിന്നെ എന്ത് ചെയ്യണം, 2 സ്ഥാനം കൂടെ 2 0 കൊടുക്കണം, 6 0 എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 6 സ്ഥാനം മാറ്റിയാണ് പോയിന്റ് ഉണ്ട്. അപ്പൊ 221. ഇപ്പൊ എത്രയായി, 4 സ്ഥാനം മാറി 2 0 കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയാമെങ്കിൽ നോക്കി തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇനി നിങ്ങൾ ബേസിക് പഠിച്ചു, ഇനി എന്ത് ചെയ്യണം, ഇത് നോക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം. ഇവിടെ വരുന്ന പ്രോസസ് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേഷ്യോ കോസ്റ്റ് ഓഫ് ഐറ്റം തന്നിട്ടുണ്ട്. ദ കോസ്റ്റ് ഓഫ് ഐറ്റം സി ഈസ് 80% ഓഫ് ദ കോസ്റ്റ് ഓഫ് ഐറ്റം ബി. ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഐറ്റം എ? അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അലിഗേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. 7:11 ആണ് കോസ്റ്റിന്റെ റേഷ്യോ. ഐറ്റം സി ഈസ് 80% ഓഫ് ദ കോസ്റ്റ് ഓഫ് ഐറ്റം ബി. ഓക്കെ, നമുക്ക് ഇതിന്റെ റേഷ്യോ എഴുതാം. അപ്പോ കോസ്റ്റ് ഓഫ് സി, എയും ബിയും സിയും. അപ്പൊ അതിനകത്ത് 7:11 ആണ് കോസ്റ്റിന്റെ റേഷ്യോ. കോസ്റ്റ് ഓഫ് ഐറ്റം സി ഈസ് 80% ഓഫ് കോസ്റ്റ് ഓഫ് ഐറ്റം ബി. അപ്പൊ ഐറ്റം ബിയുടെ കോസ്റ്റിന്റെ 80% എന്ന് പറഞ്ഞാൽ 4/5 ആണ്. അപ്പൊ 11ന്റെ 4/5 ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ സി എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാത്തിന്റെ റേഷ്യോ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, എല്ലായിടത്തും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, എല്ലാത്തിനും സെയിം റേഷ്യോ. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും, ഇത് 35 ആവും, ഇത് 55 ആവും, ഇത് 44 ആവും. അപ്പൊ 35 55 44 ആണ് ഇവരുടെ കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ. അപ്പൊ ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് ആണ് തന്നിട്ടുള്ളത് 4020. റേഷ്യോയുടെ ക്വസ്റ്റൻ ആണ്. കൂട്ടുമ്പോൾ എന്ത് കിട്ടും, 90 44 134. ഓക്കെ, 134ന്റെ വാല്യൂ, ടോട്ടൽ 134ന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. 90 134 134ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 4020. നമുക്ക് കോസ്റ്റ് ഓഫ് പേ എന്ന് പറഞ്ഞാൽ 35 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡിറ്റിസം നോക്കാം. ഡിറ്റിസം നോക്കുന്നില്ല അത്, അതെ, ഡിറ്റിസം നോക്കുമ്പോൾ അടിയിൽ 1 ആണ്. അപ്പം 4 × 6 6 × 8 48 12 3. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ ഇത് 1 ആണ്, ഇത് 7 ആണ്, ഇത് 6 ആണ്. ഓക്കെ, ഇവിടെ എന്ത് തെറ്റിയോ, 134 നമുക്ക് വരുന്നത്
ഓക്കെ 134 വാല്യൂ ആണ് തന്നിട്ടുള്ളത് 4020 35 വാല്യൂ വേണം. 35 വാല്യൂ വേണം. 43 8 8ആണ്. ഓ ഡിനോമിനേറ്റർ 8ആണ് കേട്ടോ. സമയം എടുക്കുമ്പോൾ ഒന്ന് സ്പീഡിൽ ചെയ്തോണം കേട്ടോ. ഓക്കെ അപ്പം അടിയിൽ എന്ത് വരും 8 വരും. 8 വരും മേളിൽ താഴെ 8 കൊണ്ട് ഗുണിക്കുക. 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 6 48 4 8 12 3 8 3 24 6 ഡിജിറ്റൽ സം 6 വരുന്നത്. ഇപ്പൊ ഡിജിറ്റൽ സമ്മിന്റെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവര് നമ്മുടെ ചാനലിൽ തന്നെ ഡിജിറ്റൽ സം എന്ന് പറയുന്ന ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ സം എന്ന് പറയുന്ന ക്ലാസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് നിങ്ങൾ 25 ക്വസ്റ്റ്യനിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് കാൽക്കുലേഷൻ ഒന്നുമില്ലാതെ ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ സം 6 വരുന്ന ഓപ്ഷൻ ചെയ്തുണ്ട്. ഇതിന് 1 ഇതിന് 7 ഇതിന് 6 ഓക്കെ ഇത് 6 ഇത് 4 ഇതുമല്ല ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ ഡിജിറ്റൽ സം 6 ഉള്ളത്. ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം 1050 ആൻസർ മാർക്ക് ചെയ്യാം. അപ്പൊ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഡിജിറ്റൽ സമ്മിന്റെ ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഇതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാം ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കാൽക്കുലേഷൻ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാമോ അത്രത്തോളം സിംപ്ലിഫൈ ചെയ്ത് തന്നെ ചെയ്യുക. മാക്സിമം നമ്മൾ ഫുൾ കാൽക്കുലേഷൻ ചെയ്യാറില്ല. ഓക്കെ ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെ ചെയ്യേണ്ട കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് രണ്ടാമത്തെ റൗണ്ടിൽ ചെയ്യും. The volumes of a sphere and right circular cylinder having the same radius are equal. The ratio of the diameter of the sphere to that of the height of the cylinder. അപ്പോൾ നമുക്ക് രണ്ട് ഈക്വൽ ആണ്, സെയിം റേഡിയസ് ആണ്. അപ്പോൾ വോളിയൂംസ് ഓഫ് സ്പിയർ നമ്മൾ ആദ്യം എഴുതേണ്ട ഇക്വേഷൻ എന്താണ്? സ്പിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr ക്യൂബ്, സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ πr ക്യൂബ്. അപ്പോൾ അവിടെ 6 സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 4/3 ഉണ്ട്, പൈ അപ്പുറത്തും ഉണ്ട്, വെട്ടിപ്പോകും. ആർ ക്യൂബിനകത്തുള്ള r² അപ്പുറത്ത് വെട്ടിപ്പോകും. അപ്പോൾ 6 മാത്രം എഴുതുക. ഇവിടെ ഒരു പൈ ഉണ്ട്, r² ഇവിടെ ഒരു r² ആയിട്ട് വെട്ടിപ്പോയി, ഇവിടെ h എന്ന് വരും. r/h നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? ഡയമീറ്റർ ഓഫ് ദ സ്പിയർ. അപ്പൊ r എന്ന് പറഞ്ഞാൽ എന്താണ്? r/h. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ r/hന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 3/4 കിട്ടി. റേഡിയസിന്റെ ഇരട്ടിയാണ് ഡയമീറ്റർ. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് റേഡിയസ് കിട്ടും. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക. 6/4 എന്ന് പറയുമ്പോൾ 3/2 ആണ്. അതായത് 3:2 എന്ന് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ എഴുതേണ്ട കാര്യം എത്രയാണ്? ഇത്രയും മാത്രമാണ് എഴുതുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഈ ഒരു സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ലൈവ് മോക്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള സൊല്യൂഷൻ ആയിരിക്കും. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് അത് ചെയ്യേണ്ട ലൈവ് മോക്ക് ആയിരുന്നു. ഓക്കെ, അത് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലാണോ ചെയ്തതെന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മെത്തേഡിനെ ഇതുപോലെ ആക്കി പ്രാക്ടീസ് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രിപ്ലെറ്റ്സ് ക്യാൻ ബി മെഷേഴ്സ് ഓഫ് സൈഡ് ഓഫ് ട്രയാങ്കിൾ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ ഒരു സൈഡ് ഓഫ് ട്രയാങ്കിൾ ആവുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് സൈഡ് എന്ന് പറയുന്നത് ബാക്കി രണ്ട് സൈഡുകളുടെ സമ്മിനേക്കാളും കുറവായിരിക്കും. അതായത് ബാക്കി രണ്ട് സൈഡുകളുടെ സം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേനേക്കാളും കൂടുതലായിരിക്കും. ഇവിടെ 16 7 കൂടുതലാണ്, 19 4 കൂടുതലാണ്, 11 12 കൂടുതലല്ല. അപ്പൊ ഇത് പറ്റത്തില്ല. 11 13 കൂടുതലല്ല, ഇത് പറ്റത്തില്ല. 4 8 13 14 കൂടുതലല്ല, ഇത് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഏത് ഓപ്ഷനേ ഉള്ളൂ? നമുക്ക് ഓപ്ഷൻ ഡി മാത്രമേ നമുക്ക് അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ 4ാമത്തെ ആയിരിക്കും ആൻസർ. 16 21 10 കൂടുതൽ, 26 7 കൂടുതൽ, 17 16 കൂടുതൽ. അതായത് എന്താണ്? സം ഓഫ് ടു സൈഡ്സ് എന്ന് പറഞ്ഞാൽ എ ബി സി ആണെങ്കിൽ സം ഓഫ് ടു സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? തേർഡ് സൈഡ്. ഇതേപോലെ എല്ലാത്തിനും വരും. A+C ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും, B+C ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്യുക, പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന് 4 ഇൻലെറ്റ് ഉണ്ട്. ത്രൂ ദ ഫസ്റ്റ് 3 ഇൻലെറ്റ്. അപ്പൊ ഡാമോ എന്തോ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ വായിക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ അതൊക്കെ കാണിക്കാനാണ്. ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. ഇത് ബേസിക് ക്ലാസ് അല്ല, ഞാൻ ഉറപ്പ് തരാം. കാണുന്നവർ പഠിക്കുക, ഇത് പഠിക്കുന്നവർക്ക് അതിന്റെ ഗുണം ഉണ്ടായിരിക്കും. ഓക്കെ, വ്യൂസ് ഒന്നും ഞാൻ നോക്കുന്നില്ല. ഇത് ഒരാൾ കാണാനുണ്ടെങ്കിൽ പോലും ഇത് ചെയ്തിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല, അത് ഞാൻ ഉറപ്പ് തരാം. ഇങ്ങനെ ഒരാൾ എക്സാം എഴുതുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. അപ്പൊ മലയാളത്തിലൊന്നും നിങ്ങൾ ചിന്തിക്കുക വേണം. ഓക്കെ, ത്രൂ ദ ഫസ്റ്റ് 3 ഇൻലെറ്റ്സ് ദ ഡാം ക്യാൻ ബി 12 മിനിറ്റ്. ത്രൂ ദ സെക്കൻഡ്, ദ തേർഡ് ആൻഡ് ദ ഫോർത്ത് ഇൻലെറ്റ് ഇറ്റ് ക്യാൻ ബി ഫിൽഡ് ഇൻ 15 മിനിറ്റ്സ് ആൻഡ് ത്രൂ ദ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ഇൻലെറ്റ് 20 മിനിറ്റ്സ്. ഹൗ മച്ച് ടൈം ഫോർ ഇൻലെറ്റ് ടു ഫിൽ അപ്പ് ദ ഡാം? അതായത് രണ്ടെണ്ണം എയും ബിയും എന്ന് വെച്ചു നമ്മൾ ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്. ത്രൂ ദ ഫസ്റ്റ് 3 ഇൻലെറ്റ്സ് എയും ബിയും സിയും 12 മിനിറ്റ് തരും. ത്രൂ ദ സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ബി സി ഡി എത്രയാണ്? 15 മിനിറ്റില്. ആൻഡ് ത്രൂ ദ ഫസ്റ്റ് ആൻഡ് ഫോർത്ത്, ഫസ്റ്റും ഫോർത്തും എയും ഡിയും 20 മിനിറ്റ്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം LCM കണ്ടുപിടിക്കണം. നമ്മുടെ LCMന്റെ ക്ലാസ്സും ചാനലിലുണ്ട്, ഏകലവ്യ ബാച്ചിലുണ്ട്. അതുപോലെ ടൈം വർക്കിന്റെ ക്ലാസ്സും ചാനലിലുണ്ട്. അത് കാണാത്തവര് അത് കാണുക. ഓക്കെ, ഇപ്പൊ എന്ത് കിട്ടും? 60 ആണ്. ഇത് 5 കിട്ടും, ഇത് 4 കിട്ടും, ഇത് 3 കിട്ടും. A+B+C 5 ആണ്. അതിനകത്ത് B+C+D 4 ആണ്, A+D 3 ആണ്. എഫിഷ്യൻസി ആണ്. അപ്പൊ ഇവിടെ B+C+D. ഓക്കെ, അപ്പൊ ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും B+C ഉണ്ട്, ഇവിടെയും B+C ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? B+Cയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് A+B+C+D. ഇത് മാത്രം ഒന്ന് കൂട്ടി നോക്ക്. A+D ഞാൻ കോമൺ എഴുതി, +2 × B+C വരും. ഓക്കെ, അത് B+Cയും B+Cയും രണ്ടോട് കൂടുമ്പോൾ എന്ത് വരും? 9 വരും. A+D ഇവിടെ കിട്ടിയ എത്ര? 3. A+C 3 ആണെങ്കിൽ 2 × B+C എത്രയാണ്? 6 കിട്ടും അല്ലെ? 3 അപ്പുറത്ത് പോകുമ്പോൾ 9 - 3 6 കിട്ടും. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ B+C എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 6/2 3 കിട്ടും. ബിയുടെയും സിയുടെയും കൂടെ ടോട്ടൽ കമ്പൈൻഡ് എഫിഷ്യൻസി എത്രയാണ്? 3 ആണ്. അപ്പൊ നമുക്ക് ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്
ദ 4 ഇൻലെറ്റ് ടു ഫിൽ അപ്പ് ദ ഡാം. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞതാണ് 60 ടോട്ടൽ വർക്ക്. എയും ഡിയും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 3 വരുന്നത്. ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ 3 വരുന്നത്. അതായത് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡിയുടെ ടോട്ടൽ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 60/6 നമുക്ക് 10 മിനിറ്റിൽ എന്ത് ചെയ്യും? ഇത് ചെയ്ത് തീർക്കും. അപ്പൊ നിങ്ങൾ എത്ര സമയം കൊണ്ടാണ് ഇത് തീർത്തതെന്ന് നോക്കണം. ഇത് നമ്മുടെ ടോപ്പർ വരെ 74 സെക്കൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിന് ഈ എക്സാം ടോപ്പർ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? 30 സെക്കൻഡ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രാക്ടീസ് അത്രത്തോളം ഉണ്ടെങ്കിൽ. ഓക്കെ, ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പ്രീവിയസ്ലി. ഓക്കെ, അതുകൊണ്ടാണ് പ്രീവിയസ് നന്നായി ചെയ്യണമെന്ന് പറയുന്നത്. പാരലൽ സൈഡ്സ് ഓഫ് എ ട്രൈപ്പീസ് വന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ദ ട്രപ്പീസ് വന്നിട്ടുണ്ട്, വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ്. അപ്പൊ നമുക്കറിയാം ഏരിയ ഓഫ് എ ട്രപ്പീസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആണ്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ആണ് വേണ്ടത്, അതൊക്കെ മൈൻഡിൽ വേണം. അപ്പൊ ഹാഫ് ഏരിയ തന്നിട്ടുണ്ട് 0.1156 എന്തോ ആയിക്കോട്ടെ, ഇൻറ്റു 2. ആ ഹാഫിന്റെ അപ്പുറത്തുള്ള 2 ആണ് വന്നത്. ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്. അപ്പൊ സം ഓഫ് പാരലൽ സൈഡ്സ് താഴെ വരും. 28 40 അതാണ് 68 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് മീറ്ററിലാണ്, ഇത് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇത് 28 68. നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി 1000 ഒക്കെ വരത്തുള്ളൂ നമ്മുടെ ആൻസറിനകത്ത്. ഇവിടെ 1156 എന്ന് പറഞ്ഞാൽ എത്ര? 34 സ്ക്വയറാണ്. 34 ഇൻറ്റു 34 എവിടെ വരുന്നത്? അതായത് ഒരു 34 ഇതും പോയി, ഇവിടുത്തെ ഒരു 2 34 താഴെ 2 വരും. ഓക്കെ, 34 താഴെ 2 വരും, ഈ 2 ആയിട്ട് പോയി. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 17 മൾട്ടിപ്പിൾ ആയിരിക്കും. 34 ഇൻറ്റു 2 68. നമ്മുടെ ആൻസറിനകത്ത് നോൺ സീറോ ഡിജിറ്റ് ആരായിരിക്കും? 68 ആയിരിക്കും. നിങ്ങളുടെ ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ എ ഉള്ളൂ. ഇങ്ങനെ ആയിരിക്കണം നിന്റെ ഓപ്ഷൻ. ഓക്കെ, എവിടെയെങ്കിലും തെറ്റിയോ? ഓക്കെ, ട്രപ്പീസിയൻ പാരലൽ സൈഡ്സ് 68 ആൻഡ് ഏരിയ ഓഫ് ട്രപ്പീസ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് ഇൻ മീറ്റർ. ഓക്കെ, എവിടെയെങ്കിലും തെറ്റിയായിരുന്നു നമുക്ക് ഹാഫ് ഇൻറ്റു. ഓക്കെ, നോക്കാമേ കാൽക്കുലേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ പാരലൽ സൈഡ്സിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് 68 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് വരുമ്പോൾ ഓക്കെ, ഇവിടെ നമുക്ക് 36 വരും. ഓക്കെ, ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇത് 36 സെന്റിമീറ്റർ ആണ്. 0.1156 മീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ സ്ക്വയർ ആക്കാൻ വേണ്ടി ചെയ്യണം. ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ സ്ക്വയറിനെ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിക്കണ്ടേ. മീറ്റർ സ്ക്വയറിനെ സെന്റിമീറ്റർ സ്ക്വയർ ആക്കാൻ വേണ്ടി ചെയ്യണം 10,000 കൊണ്ട് ഗുണിക്കണം. 10,000 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താവും? 1156. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതേ ഡിവൈഡ് ബൈ 34 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 10,000 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, കറക്റ്റ് ആണല്ലോ. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഓക്കെ, 10,000 ഗുണിക്കാം. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ ഇത്ര എന്താണ്? ഇത്ര സെന്റിമീറ്റർ ആണ്. 1156 37 താഴെ വന്നു. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1156 34, അതായത് 34 സെന്റിമീറ്റർ കിട്ടും. 34 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 0.34 മീറ്റർ ആണ്. നമ്മൾ ആദ്യം ചെയ്ത വഴിയും ചെയ്യായിരുന്നു. എനിക്ക് എന്തോ ആ ഒരു രണ്ടിന്റെ പ്രശ്നമാണ്. താഴെ എനിക്ക് തോന്നുന്നു വെട്ടി പോകുന്നു. 2 പ്രശ്നമാണ്. നമ്മുടെ ആൻസറിനകത്ത് എന്ത് വരത്തുള്ളൂ? 3 4 എന്ന് പറഞ്ഞാൽ നോൺ സീറോ ഡീറ്റേ വരത്തുള്ളൂ. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ആദ്യത്തെ അമിതം തന്നെ ആയിരിക്കും എളുപ്പം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇച്ചിരി കാൽക്കുലേറ്റീവ് ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു. നോക്കാം, കാൽക്കുലേറ്റീവ് ആണെങ്കിൽ നമുക്ക് നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ സം ഓഫ് 8% ഇൻട്രസ്റ്റ് അറ്റ് 2 years തന്നിട്ടുണ്ട്. ഓക്കെ, പോയിന്റ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ സെയിം സം 20% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ 4/5 years. അപ്പൊ ഇവിടെ കുറച്ച് ടെസ്റ്റ് വരും. നമുക്ക് നോക്കാം. കാൽക്കുലേറ്റീവ് ആണോ എന്താണോ നോക്കാം. എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 8% റേറ്റിൽ 2 വർഷത്തേക്ക് ഇത്രയാണ് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ ആ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ സമ്മ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 8% 2 വർഷത്തേക്ക് ടോട്ടൽ എഫക്റ്റീവ് റേറ്റ് എത്രയാണ്? ഇതല്ല ചെയ്യാൻ നിന്നാൽ ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, പ്രിൻസിപ്പൾ കണ്ടുപിടിച്ചേ പറ്റും. 8% 2 വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ 8 + 8 + 8 × 8/100 ആണ്. അതായത് 16.64% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതായത് ആ സമ്മിന്റെ 16.64% വാല്യൂ ആണ് തന്നിട്ടുള്ളത് 3993.6. 3993.6. അതിന്റെ 100 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? 100 ആവശ്യമുണ്ടോ? 100 ആവശ്യം ഇല്ല. 100 ആവശ്യമില്ല, അവിടെ നിൽക്കട്ടെ. 100 വേണ്ട. അപ്പൊ ആ സമ്മിന്റെ നമുക്ക് വേണ്ടുന്ന സമ്മിന്റെ 16.64% നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഇനി എന്താ വേണ്ടുന്നത്? ഇൻട്രസ്റ്റ് തന്നെ വേണ്ടുന്നത്, എമൗണ്ട് അല്ല. അതുകൊണ്ട് പ്രശ്നമില്ല. 20% റേറ്റ് 1/4/5 years. ഒരു വർഷത്തെ 20% ആണെങ്കിൽ അവിടെ 20%. ഇനി 4/5 years എത്ര ആവും? 20% എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെയാണ്. 4/5 yearsന് 20 × 4/5 വേണം. 20 × 4/5 ചെയ്യുമ്പോൾ ഇതാണ് 16%. അതായത് ടോട്ടൽ വർഷം ഒരു വർഷം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത വർഷം 20 ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ 16% ഉള്ളൂ. അതിന്റെ 4/5 മതി. ഇതിന്റെ 4/5 മതി 4/5 yearsന് വേണ്ടി. 16%. ഇതിന്റെ എന്തായിരിക്കും? സക്സസീവ് ആയിരിക്കും. ഇവിടുത്തെ റേറ്റ് 20 + 16 36 + 20 × 16/100 എന്ന് വെച്ചാൽ 16/5. 100 20 വെട്ടി 16/5. 16/5 എന്ന് പറയുമ്പോൾ 3.2 അതെ അല്ലെ? 16/5 3 1/2 3 1/2 1/5 1/5 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. അതൊക്കെ വേണം. 39.2% വേണം. ഇവിടെ നമുക്ക് വേറെ ഒരു വഴിയില്ല. ഡിരിസം നോക്കുക, കിട്ടുന്നെങ്കിൽ കിട്ടുക, അല്ലെങ്കിൽ കളഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യുക. ഇവിടെ ഡിരിസം നോക്കുമ്പോൾ എന്തോരും? 10 എത്ര? 7 13 17 8 വരും അല്ലെ? 7 13
17. ഓക്കെ 10, 16, 17. ഓക്കെ 18, 8 വരും. 8 മേളിൽ 8 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 9, 9, 9 നോക്കണ്ട. 8, 3, 24, 6. ഇവിടെ 9 നോക്കണ്ട. 3, 2, 5, 6, 30. ഡിവിസം 3 വരുന്ന ഓപ്ഷൻ നോക്കുക. 9 ഇവിടെ 2 ആണ്. 9 7 ആണല്ല. 3 9 2 ആണ് അല്ല. 13. ഓക്കെ ഡിവിസം 3 ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി 940 ആൻസർ. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം എന്താണ്? നമുക്ക് പോയെന്നാണ്. ഓക്കെ ഇത് ഡിവിസം ഇച്ചിരി റിസ്ക് ആണ്, കാൽക്കുലേറ്റർ റിസ്ക് ആണ്. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഒരുപാട് ടൈം എടുക്കും. ബാക്കി മെത്തേഡിൽ അവരുടെ മെത്തേഡിൽ ചെയ്യേണ്ടി വരും. ഓക്കെ അത് ശ്രദ്ധിച്ചോളാം. ഡിവിസം ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. അല്ലെങ്കിൽ ചിലവർക്ക് എന്ത് ചെയ്യും, ഇത് ചെയ്തവർക്ക് സെറ്റ് ആണ്. ഇത് ചെയ്തവർക്ക് എന്തായിരിക്കും മാർക്കായിരിക്കും. അല്ലാതെ ഇത് വഴി വെച്ചുകൊണ്ടിരുന്നാൽ ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഈ ഒരു മെത്തേഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഈ ഒരു വഴി ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. അല്ലെങ്കിൽ പ്രയാസമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് കാൽക്കുലേഷൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഓക്കെ ചെയ്യേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ മാർക്കാണ്. അതൊന്നും വേണ്ട. ടോട്ടൽ മാർക്ക് ഒപ്റ്റൈൻ ബൈ സ്റ്റുഡന്റ് 800 ആണെങ്കിൽ മാർക്സ് ഒപ്റ്റൈൻ ഇൻ ഹിന്ദി ആൻഡ് ഡ്രോയിങ്. ഹിന്ദി ഡ്രോയിങ് ഏതാ? ഹിന്ദി ആദ്യത്തതും ഡ്രോയിങ് അടുത്തത്. ഓക്കെ ഹിന്ദി 20, ഡ്രോയിങ് ഈ 10%. ഓക്കെ അപ്പോൾ 30% മാർക്ക്. 20, 10, 30%. 80, 30%. 800, 30% പറഞ്ഞാൽ 240. 80 10%. 240 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. XYZ ട്രയാങ്കിൾ ഇൻസ്ക്രൈബ് ഇൻ എ സർക്കിൾ. ഓക്കെ ഇപ്പോൾ ഒരു സർക്കിളിനകത്ത് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. നമ്മുടെ XYZ അതിനകത്ത് XYZ. ഓക്കെ ഒരു എക്സാം സൊല്യൂഷൻ ആണ് ഇത്. അങ്ങനെ കാണുക കേട്ടോ. YZXന്റെ വാല്യൂ 44 ആണ്. 44 ആണ്. M is a point on circle inside XY opposite to Z. ഓക്കെ XYയുടെ അകത്താണ്. M എന്ന് പറയുന്നത് YMX. YMX. ഓക്കെ ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്ത് കിട്ടും നമുക്കിത്? YMX വേണം. ഓക്കെ ഇത് 44 ആണ്. ഓക്കെ ഇതെന്താവും? YMXZ എന്താവും? സൈക്ലിക് ആവും. സൈക്ലിക് കോട്ടിലാട്ടർ ഉണ്ടാവും. സൈക്ലിക് കോട്ടിലാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോട്ടിലാട്ടറിൽ 4 സൈഡുള്ള ഒരു സാധനം നമ്മുടെ സർക്കിളിന്റെ അകത്ത് വരുന്നത്. ഓക്കെ അതിനാണ് നമ്മൾ സൈക്ലിക് കോട്ടിലാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സമയം എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പൊ 44 6 കൂട്ടുമ്പോൾ 6 കൂട്ടുമ്പോൾ 50 പിന്നെ 136 ആയിരിക്കും എന്ന് പറയുന്നത് ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സൈക്ലിക് കോട്ടിലാട്ടറിന്റെ ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാം. സം ഓഫ് പെർസെന്റേജസ് തന്നിട്ടുണ്ട് 78. സം ഓഫ് പെർസെന്റേജ് ഓഫ് ബിയും സിയും തന്നിട്ടുണ്ട്. ഇഫ് സി ഈസ് 6 years older than ബി ഫൈൻഡ് ദ പെർസെന്റേജ് ഓഫ് എ ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എല്ലാവരെയും സിയുടെ അടുത്തോട്ട് എത്തിക്കും. അപ്പൊ സി 6 years older than ബി. അപ്പൊ ബി അവിടെ നിൽക്കട്ടെ. ബിയുടെ വേണം എയുടെ കണ്ടുപിടിക്കാം. സം ഓഫ് പെർസെന്റേജ് അപ്പൊ എയും ബിയും 78 ആണ്. പെർസെന്റേജ് ഓഫ് ബി ആൻഡ് സി 90 ആണ്. അപ്പൊ സി 6 years older than ബി. അപ്പൊ 6 years older than ബി എന്ന് പറഞ്ഞാൽ സിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? സിക്ക് വരെ B+6 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ബിയുടെ സിയുടെ സം കൂട്ടുമ്പോൾ എന്ത് വരും? ബിക്ക് ബി എന്ന് കൊടുക്കാം. സിക്ക് 6 years B+6 എന്ന് കൊടുക്കാം. അതിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. എത്ര? 90 തന്നിട്ടുള്ളത്. 2B എന്ന് പറഞ്ഞാൽ 84, ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 42. അപ്പൊ ഇവിടെ ബിക്ക് 42 കൊടുക്കുമ്പോൾ 78 - 42 യൂണിറ്റ് 6 വരും. 6 വരുന്ന ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ ഉള്ളൂ. കഴിഞ്ഞു 36 വയസ്സായിരിക്കും ആയെന്ന് പറയുന്നത്. എയുടെ വയസ്സ്. ഓക്കെ ബാക്കി കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട. പി ക്യൂ വാട്ട് ഇസ് വാല്യൂ? P² + Q² / 4. അപ്പൊ P² + Q² എന്ന് പറഞ്ഞാൽ എന്ത് വരും? P² എന്ന് പറഞ്ഞാൽ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ല. P² എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിന്റെ സ്ക്വയർ 6 √6 - √5 സ്ക്വയർ a - b the whole square. A² + B² - 2ab. A² + B² വരുമ്പോൾ 6 5 11 - 2 * √30 പ്ലസ് Q² എന്ന് പറയുമ്പോൾ √10 സ്ക്വയർ √30 സ്ക്വയർ 10 3 13 അധികം 2 √30 ആണ്. 6 30. ഇവിടെ 10 √10 × √3 എന്ന് പറഞ്ഞാൽ √30 ആണ്. ഇതും വെട്ടിപ്പോയി. മേലിൽ 24 24 ഡിവൈഡ് ബൈ 4 6 ആൻസർ ഒന്നും. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? നിങ്ങൾ പകച്ച് നിൽക്കാതെ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് കാണുമ്പോൾ തന്നെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. 9ന്റെ മൾട്ടിപ്പിൾ 4 3 7 2 9. ഓക്കെ 4 1 5 6 9 2 9 മൾട്ടിപ്പിൾ 7 9 ഇതല്ല. 6 10 14 ഇതല്ല. അപ്പൊ നോക്കാം. 9B ഞാൻ പറഞ്ഞുതരാം. 346 × d². 1 ഇപ്പൊ യൂണിറ്റ് 4 വരും. യൂണിറ്റ് 4 ആണ്. ഓക്കെ യൂണിറ്റ് 4 വരും. 4 വരും. 5 36 5 41 1 4 അവസാനിക്കും. ഓപ്ഷൻ ബി. അപ്പൊ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു XYZ തന്നിട്ടുണ്ട്. x³ + y³ + z³ - 3xyz ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പേർക്കും അറിയാത്ത കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് നിങ്ങൾക്ക് ആ ഒരു വാല്യൂ തരുന്നെങ്കിൽ. ഇപ്പൊ ഇവിടെ എന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. 345 346 347. എത്രയാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു x³ + y³ + z³ - 3xyz എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9BD² ആയിരിക്കും. ബി എന്ന് പറഞ്ഞാൽ എന്താ? ABC ഓർഡറിലാണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ആണ്. മിഡിൽ ടേം. അതുപോലെ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? നമ്മുടെ ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതാണ് ഞാൻ ആദ്യമേ 9ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്ത് ഇത് രണ്ടും അല്ലാന്ന് മനസ്സിലാക്കിയത്. അപ്പൊ 9 ചിലപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ 1 കാണത്തും. പല എക്സാംസിനും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. 9B എന്ന് പറഞ്ഞാൽ മിഡിലുള്ളത് 346 × d². 1ന്റെ സ്ക്വയർ 1 ആണ്.
ഡിഫറൻസ് എങ്കിൽ 1 സ്ക്വയർ. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ ഒരു ഡിഫറൻസ് ഒന്നായിരിക്കും. ആ ഒരു അരിത്തമെറ്റിക് പ്രൊവിഷൻ ആണെങ്കിൽ ഇത് ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഫോമുല ഉപയോഗിക്കേണ്ടി വരും, ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ഇസഡ് ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, യൂണിറ്റ് 6 വന്നു, 9 മൾട്ടിപ്പിളാണ്, യൂണിറ്റ് 4 വന്നു, അത് 2 4 വന്നു. പിന്നെന്താണ് ശിഷ്ടം 5 9 36 5 41 1 4 അവസാനം ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്. അങ്ങനെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എക്സ് ചെയ്യേണ്ടത്. പൈപ്പ് എയും ബിയും 12 15 കാണുമ്പോൾ തന്നെ 60 ടോട്ടൽ. ഫസ്റ്റിന്റെ എഫിഷ്യൻസി 5, രണ്ടാമത്തിന്റെ 4. ഈ ബോത്ത് ബൈസ് ഓപ്പൺ ഓൾട്ടർനേറ്റ്ലി ഫോർ 1 അവർ ഈച്ച്. 2 മണിക്കൂറിൽ എന്ത് ചെയ്യും, 5 4 9 വെച്ച് പോകും. സ്റ്റാർട്ടിംഗ് വിത്ത് എ ഹൗ മച്ച് ടൈം, ഓക്കെ 9 വെച്ച് പോകും. അങ്ങനെ 60ന്റെ അടുത്തത്തെ എത്ര വരും, 54. എത്ര ആണ് ഗുണിക്കുന്നത്, 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, എത്രയായി 12. ഇതെല്ലാം നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 6 2 12. അപ്പൊ 12 മണിക്കൂർ ഓൾറെഡി ഉണ്ട്. അടുത്ത ആരാ ചെയ്യുന്നത്, എ ആ ചെയ്യുന്നത്. എ 5 കൂടെ ചേർക്കും. 13 മണിക്കൂറിൽ എത്ര ആയി, 13 മണിക്കൂറിൽ എത്ര ആയി, 59 ആയി. ഓക്കെ, ബാക്കി എത്ര ഉള്ളത്, ആൻസർ പറഞ്ഞാൽ 13 മണിക്കൂറും ബാക്കി 1 ആണുള്ളത്. ആരാണുള്ളത്, അവരുടെ ഡെഫിനിസി 13 1/4 hours. ഓപ്ഷൻ സി ആരാണുള്ളത്, അവരുടെ ഡെഫിനിസി കണ്ടുപിടിക്കാൻ എന്ത് കിട്ടും, നമുക്ക് അവരുടെ ടൈം കിട്ടും. 1 ആണ് ബാക്കിയുള്ളത്, ഒന്നുകൂടെ മതി. ആരാ ചെയ്യുന്നത്, ബി ആ ചെയ്യുന്ന, ബി എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം വർക്ക് ബൈ എഫിഷ്യൻസി ആണ് ടൈം എന്ന് പറയുന്നത്. അതാണ് ചോദിച്ചിരുന്നത്. n is a പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. 11n + 120 ഡിവിസിബിൾ ബൈ n ആണ്. ഹൗ മെനി വാല്യൂസ് ആർ പോസിബിൾ ഫോർ n? അപ്പൊ n ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. 11n + 120 ഡിവിസിബിൾ ബൈ n എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഓൾറെഡി 11n + 120. അപ്പോൾ ബൈ n എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഇത് ഓൾറെഡി 11n അവിടെ പോകുന്നതാണ്. ഈ 120 ബൈ n എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഡിവിസിബിൾ ആണ്. അതായത് എന്ന് പറഞ്ഞാൽ എന്താ, n എന്ന് പറഞ്ഞാൽ 120ന്റെ എന്താണ്, 120ന്റെ മൾട്ടിപ്പിൾ ആണ്. 120ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 120ന് എത്ര ഫാക്ടർ ഉണ്ട്, മൾട്ടിപ്പിൾ ആണ്. അല്ലെങ്കിൽ 120ന്റെ ഫാക്ടർ എന്തെങ്കിലും 120 ആവും, അല്ലെങ്കിൽ 120ന്റെ ഏത് ഫാക്ടർ ആയാലും എന്ത് ചെയ്യും, ഇത് ഡിവിസിബിൾ ആവും. ഇത് ഈ നമ്പർ ടോട്ടൽ ഡിവിസിബിൾ ആണെങ്കിൽ ശിഷ്ടമൊന്നും വരരുത്. 120ന്റെ മൾട്ടിപ്പിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 120 എന്ന് പറഞ്ഞാൽ 24 × 5 പ്രൈം ഫാക്ടേഴ്സ് ചെയ്യണം. 24 എന്ന് പറഞ്ഞാൽ 3 × 8 3 × 2³ × 5. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇതിന്റെ പവർ പ്രൈം നമ്പറിന്റെ ഫാക്ടറിൽ എഴുതുക. എന്നിട്ട് കുറെ നമ്പേഴ്സ്, കുറെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പം ഇത് 225 ക്വസ്റ്റൻ ആവും. ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഒലിവ് ബോർഡിൽ 225 ക്വസ്റ്റൻ ആവും. അപ്പൊ അതിനകത്ത് കുറെ ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ പവർ പ്ലസ് 1 മൾട്ടിപ്ലൈ, 2 3 1 4 5 5ന്റെ കൂടെ പവർ 2, 4 2 8 2 16. അതായത് 16 നമ്പേഴ്സ് എന്താണ്, 16 ഫാക്ടേഴ്സ് കാണും. അതേപോലെ 120ന്റെ. അപ്പൊ 16 നമ്പേഴ്സ് എന്നിന് പോസിബിൾ ആണ്. അടിപൊളി ക്വസ്റ്റൻ ആണ്, നല്ല ക്വസ്റ്റൻ. ഓക്കെ, 2 ഹെമിസ്ഫിയർസ് ഓർ റേഡിയസ് തന്നിട്ടുണ്ട്. മെൽറ്റഡ് ടു ഫോം എ ക്യൂബ്. അപ്പൊ മെൽറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം ഈക്വൽ ആണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ക്യൂബോർഡിൽ ബോക്സ് ലെങ്ത് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ലെങ്ത് ആണ് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഹെമിസ്ഫിയർ 2 എണ്ണമാണ്. ഹെമിസ്ഫിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 2/3 πr ക്യൂബ് ആണ്. അപ്പൊ 2/3 π കോമൺ എടുത്താൽ 2/3 π കോമൺ എടുത്താൽ ഇനി ക്യൂബ് ആണ്. 14ന്റെ ക്യൂബ് അധികം 7ന്റെ ക്യൂബ്. അതിന്റെ വാല്യൂ ആണ് നമുക്കുള്ളത് LBH. ക്യൂബോർഡിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ LBH. താഴെ എന്ത് വരും, ലെങ്ത് ഇൻറ്റു ഇവിടെ 49 × 12 വരും. ഇപ്പൊ 49 × 12 ഒന്നും ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എല്ലാ സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതെങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിരിസം അപ്ലൈ ചെയ്യാമോ, ഡിരിസം അപ്ലൈ ചെയ്യാം. നമ്മുടെ ആൻസറിനകത്ത് എന്താണ് 11 ആണ്. ഓക്കെ, അപ്പൊ ഈ 2 ഓപ്ഷൻ ഉണ്ട്. ഡിരിസം അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. അടിയിൽ 3 ഉണ്ട്, ഡിരിസമിന് പാടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും നോക്കാം. അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ 14 ക്യൂബ് + 7 ക്യൂബ്. ഞാൻ 7 ക്യൂബും കോമൺ എടുത്തു. 7 ക്യൂബ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, ഇത് 2 ക്യൂബ് ഇൻറ്റു കാൽക്കുലേഷൻ ചെയ്യണം. 2 ക്യൂബ് × 7 ക്യൂബ് ആണ് അല്ലെ, 2 × 7ന്റെ ഹോൾ ക്യൂബ് ആണ്. 2 ക്യൂബ് × 7 ക്യൂബ് ആണ്. 7ന്റെ ക്യൂബിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ബാക്കി എന്തുണ്ട്, ഇവിടെ 2ന്റെ ക്യൂബ് ഉണ്ട്. അതായത് 8 ഉണ്ട്, അധികം 7ന്റെ ക്യൂബ് ഇവിടുന്ന് പുറത്തെടുക്കുമ്പോൾ 1 ഉണ്ട്. അതായത് ഇവിടെ 9 വന്നു. ഇവിടെ 7ന്റെ ക്യൂബ്, ഇവിടെ ഒരു 7 49. അത് 7ന്റെ ക്യൂബായിട്ട് വെട്ടിപ്പോയി. ഇവിടെ ഒരു 9നകത്ത് ഈ ഒരു 3ഉം ഇവിടുത്തെ ഒരു 3ഉം ബാക്കി 4 വന്നു. ഈ 9 വെട്ടിപ്പോയി. അടിയിൽ 4 വന്നു. ഇത് 2 വെച്ച് വെട്ടി 22/2 11. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ കിടന്ന് അതിന്റെ വാല്യൂസും കണ്ടുപിടിച്ച് 14ന്റെ ക്യൂബ് 2746 എഴുതി അതൊന്നും വേണ്ടിയല്ല. അതിന് വേണ്ടിയാണ് അവർ ഈ ഡേറ്റ ഇങ്ങനെ തന്നിട്ടുള്ളൂ. ഇത് എത്ര പേര് മനസ്സിലാക്കുന്നു അവർക്ക് സെറ്റാണ്. മാത്സ് എന്ത് ചെയ്യും, സെറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് പാടാണെന്ന് പറഞ്ഞ് പോകുന്നവര് എപ്പോഴും എന്ത് ചെയ്യും, പൊക്കോണ്ടിരിക്കും. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി ചെയ്തോളൂ. ഈ മെത്തേഡ്സ് ഒന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. ഇത് നമ്മുടെ പ്രാക്ടിക്കലായിട്ട് എക്സാം പാസ്സായ ഒരാളുടെ മെത്തേഡാണ്. പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള മെത്തേഡ്. പോപ്പുലേഷൻ ടൗൺ തന്നിട്ടുണ്ട്. ഇൻക്രീസസ് 5% every year. വാട്ട് വിൽ ബി ദ ടോട്ടൽ പോപ്പുലേഷൻ ആഫ്റ്റർ 2 years? അപ്പോൾ 5% കൂടുന്ന പറഞ്ഞാൽ എന്താണ്, 441. 441 പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ. ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ. 6 3 ഇതല്ല, 10 16 18 ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 8 14 16 22 അല്ല, 16 22 27 അല്ല. ഓപ്ഷൻ ബി എന്ത് ചെയ്യും, കണ്ണുടച്ച് നമുക്ക് പേന എടുക്കാതെ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും. അതായത് നിങ്ങളും എന്ത് ചെയ്യണം, പേന എടുക്കാതെ ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നത് പറഞ്ഞാൽ ലെക്കാണ്. പഠിച്ചുകൊണ്ട് പോകുന്നവരെ ലെക്കാണ്, അല്ലാത്തവന്മാർ എവിടെ നിന്ന് എഴുതിക്കൊണ്ടിരിക്കും. 5% ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, 1/20 ആണ് 5%. ഏകലവ്യ ബാച്ചിൽ ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 1/20 ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താവും, അതിന്റെ വാല്യൂ 20 നിന്ന് 21 ആവും, അല്ലെങ്കിൽ 105% ആവും. പിന്നെ എന്ത് ചെയ്യും, 21 21 21 × 20 ആവും. റേഷ്യോയിൽ എഴുതുവാണെങ്കിൽ ഇനിഷ്യൽ വാല്യൂവിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്. അതായത് 24 ലക്ഷത്തെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് 2 വർഷത്തെ വാല്യൂ കിട്ടുന്നത്. റേഷ്യോ ഇതിൽ പറഞ്ഞാൽ 20 21
അതിന്റെ 2 വട്ടം. അതായത് 400 എന്ന് പറഞ്ഞ വാല്യൂ എന്താവും? 441 ആവും. ഈ 400ന്റെ വാല്യൂ വന്നിട്ടുള്ളത് 24 ലക്ഷം. നമുക്ക് 441ന്റെ വാല്യൂ ആണ് വേണ്ടത്. ഇത് കാണുമ്പോൾ തന്നെ 24ന്റെ 400ന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് 24, നമുക്ക് 441 വേണ്ടത്. അപ്പൊ ഇവിടെ 9നെ വെട്ടാൻ വേണ്ടി ആരുമില്ല. ഇവിടെ എന്താണ് 9ന്റെ മൾട്ടിപ്പിൾ ആണ് 441. 4 4 8 9. അപ്പൊ 441 കാണുമ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഒരു വട്ടെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഡെയിലി മാത്സിന്റെ എക്സസൈസ് എഴുതുമ്പോൾ ഈ നമ്പേഴ്സിനെയൊക്കെ കണ്ടിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് പരിചയം വരും. അപ്പൊ താഴെ വെട്ടാൻ ആരുമില്ല. അതായത് താഴെ എന്ത് വരത്തില്ല, ഒതുക്കിലും 9 വരത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യണം. 9ന്റെ മൾട്ടിപ്പിൾ എന്ത് ചെയ്തു? 9ന്റെ മൾട്ടിപ്പിൾ. ഇതിനൊന്നും ഒരു സമയം വേണ്ട. അപ്പൊ ബാക്കിയുള്ളവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് ചെയ്തിട്ട് പോകും. അപ്പൊ ഇതിനകത്ത് ഒലിവ് ബോണ്ടിന്റെ ഡോപ്പറിന് എടുത്ത് 42 സെക്കൻഡാണ്. നമുക്കത് വേണോ? നമുക്കത് 5 സെക്കൻഡ് ചെയ്യാം. എന്ത് മാത്രം മതി? നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാൻ ഒരാളും വേണം, നിങ്ങളുടെ ഒരു പ്രാക്ടീസും വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തീറ്റയുടെ വാല്യൂ ആണ്. അപ്പൊ തീറ്റയുടെ വാല്യൂ നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഏതായിരിക്കും? ഇവിടെ 1 വരണമെങ്കിൽ 45 എടുത്ത് നോക്കും. 45 എടുക്കുമ്പോൾ 2 - 2 ആൻസർ ഒന്ന് ഓപ്ഷൻ ബി. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ 45 എടുത്തത്? 45 എടുക്കുമ്പോൾ sec സ്ക്വയർ തീറ്റയും cosec സ്ക്വയർ തീറ്റയും എന്താണ്? സെയിം വാല്യൂ ആണ്. അപ്പോൾ 45 എടുക്കുമ്പോൾ എന്ത് കിട്ടും? cosec 45 എന്ന് പറഞ്ഞാൽ √2 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ √2 സ്ക്വയർ 2 2/2 ഇത്ര വരും. നമുക്ക് 1 എന്ന് വരും. 2 - 2/2 45 ആയിരിക്കും ആൻസർ. ഇവിടെ നിങ്ങൾ വേറെ സൊല്യൂഷൻ ചെയ്യാൻ നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇത് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിനെ 2/c സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. 2/c സ്ക്വയർ കോട്ട് സ്ക്വയർ ആക്കും. 2 = c സ്ക്വയർ × കോട്ട് സ്ക്വയർ ആക്കും. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കും. 1/2 കിട്ടും. സൈൻ തീറ്റ, അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ കിട്ടും 30 കിട്ടും. അങ്ങനെയൊന്നും ചെയ്യേണ്ട. അല്ല, സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1/2 കിട്ടും. സൈൻ തീറ്റ 1/√2 കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ എന്തിന്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് എല്ലാം അറിയാവുന്ന വാല്യൂസ് ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ വഴിയാണ് എന്ത് ചെയ്യുക. ഓക്കെ, ബേസിക് ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യും? ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ഏൺഡ് ബൈ RKS. RKS എന്ന് പറഞ്ഞാൽ ആരാണ്? യവനാണ്. ഈ കറക്റ്റ് ഉള്ളത് 2012. അതിന്റെ പ്രോഫിറ്റ് ഏൺഡ് ബൈ ഇറ്റ് ഇൻ 2016. അപ്പൊ 2012 അവന്റെ പ്രോഫിറ്റ് എത്ര? നമ്മൾ വേറെ ഒന്നും വായിച്ചില്ല. ഇതൊന്നും വായിച്ചില്ല. DA ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അവന്റെ പ്രോഫിറ്റ് 65 സംതിങ് ആയിരുന്നു. 2016 അവന്റെ പ്രോഫിറ്റ് എത്ര? 45 സംതിങ് ആയിരുന്നു. ഡിഫറൻസ് പറഞ്ഞാൽ 65 - 45 20 കഴിഞ്ഞ് കുറെ 0. ഓപ്ഷൻ എ എന്ത് ചെയ്തു? മാർക്ക്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ DAയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടത്. 4 മെന്നും 3 women can together complete 5 days. അപ്പൊ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യണം? അതുപോലെ 6 മെന്നും 8 women can together complete the work in 2 days. ഇവിടുന്ന് തന്നെ മെന്നിന്റെയും വിമന്റെയും എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ഇവിടെ 5 ഉണ്ട്. അതായത് ടോട്ടൽ വർക്കിന് ഈക്വൽ 4 men + 3 women × 5 = 6 men + 8 women × 2. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ടോട്ടൽ വർക്കിന് ഈക്വൽ ചെയ്യുക. അത് എഴുതരുത്. ഡയറക്റ്റ് എന്ത് ചെയ്യുക? മെന്നിന്റെയും വിമന്റെ എഫിഷ്യൻസി എഴുതുക. അപ്പൊ 5 × 4 ഇവിടെ 20 മെൻ വരും. മെന്നിനെ മാത്രം നോക്കുക. ഇവിടെ 2 × 6 12 മെൻ വരും. 20 - 12 8 മെൻ ഈക്വൽ ടു 5 × 3 15 women ഇവിടെ വരും. 2 × 8 ഓക്കെ അല്ലേ? 5 × 3 15 വുമണും ഇവിടെ 2 × 8 16 വുമണും. 15 - 16 നമുക്ക് ഒരു വുമൺ വരും. മെൻ ബൈ വുമൺ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1/8 എന്ന് കിട്ടും. അതായത് മെന്നിന്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ വുമന്റെ എഫിഷ്യൻസി ഇതാണ് 8 ആണ്. ഓക്കെ, വുമന്റെ എഫിഷ്യൻസി നല്ല കൂടുതലാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കൊടുത്തു നോക്കാം. ഇപ്പൊ മെന്നിന് വരെ 1 കൊടുക്കാം. 4 × 1 ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 4 × 1 എവിടെയെങ്കിലും കൊടുത്തത് 4 × 1 + 3 × 8 4 × 1 + 3 × 8 വിമൺ ഇട്ട് കൊടുക്കുക. 24 4 28 × 5 ഇപ്പോൾ 5 ദിവസം കൊണ്ട് ഇതാണ് 140. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ. ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ആണ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എഫിഷ്യൻസി എത്ര വരും? 5 മെൻ. 5 മെൻ എന്ന് പറഞ്ഞാൽ 5 × 1 5 അധികം 2 വുമൺ എന്ന് പറഞ്ഞാൽ 8 × 2 16. അപ്പൊ നമുക്ക് എന്ത് വരും? 140/21 21 × 7 പോകത്തില്ല 6 21 × 6 6 ഇവിടെ ഉണ്ട് 6 126 ബാക്കി 14/21 2/3 7 വെച്ചിട്ടുമ്പോൾ 2/3 6 2/3 ഓപ്ഷൻ എ ചെയ്യും. ഇങ്ങനെ സ്റ്റെപ്പുകൾ മാക്സിമം കുറച്ച് സെറ്റ് ആക്കി പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് കറക്റ്റ്? ബോട്ട് ക്യാൻ ട്രാവൽ 156 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 26 hours. 26 × 6 അല്ലേ? അതായത് 6 ആണ് ഡൗൺ സ്ട്രീം സ്പീഡ്. ഇറ്റ് ടേക്ക് സെയിം ടൈം ടു കവർ 52 കിലോമീറ്റർ അപ് സ്ട്രീം. അപ്പം സെയിം ടൈം എന്ന് പറഞ്ഞാൽ എത്ര? 26 മണിക്കൂർ. അതായത് അപ് സ്ട്രീം സ്പീഡ് എത്രയാണ്? 2 ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ് സ്ട്രീമിൽ പോകുന്ന ഡിസ്റ്റൻസിന്റെ ടൈം എന്ന് പറഞ്ഞാൽ 26. അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടി. ഡൗൺ സ്ട്രീം സ്പീഡ് 6 കിട്ടി. സ്പീഡ് ഓഫ് ദ സ്ട്രീം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ രണ്ടുപേരെ കുറച്ചിട്ട് ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ് സ്ട്രീം സ്പീഡിന്റെ പകുതിയാണ് സ്പീഡ് ഓഫ് ദ സ്ട്രീം. ഡൗൺ സ്ട്രീം സ്പീഡ് അപ് സ്ട്രീം സ്പീഡ് കൂട്ടിയിട്ട് അതിന്റെ പകുതിയാണ് ബോട്ടിന്റെ സ്പീഡ്. അപ്പൊ നമുക്ക് ഇത് കറക്റ്റ് ആണ്. ഫസ്റ്റ് കറക്റ്റ് ആണ്. സ്പീഡ് ഓഫ് ട്രെയിൻ M ഈസ് ഇത്രയാണ് ആൻഡ് ഇറ്റ് ഈസ് 380 മീറ്റർ ലോങ്. Then the time taken by train M to cross a train N which is 550 meter long and running opposite direction is in 64 km/h is 21 m/s. അപ്പൊ എന്ത് വേണം? നമ്മുടെ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ടൈം എന്ന് പറയുന്നത് നമുക്ക് ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര അവിടെ വരുന്നത്? 380 580. അപ്പോൾ എത്ര? 500 580 300 880 960. അപ്പൊ 960 മീറ്റർ അവർ എത്ര സ്പീഡിലാണ് പോകുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. 96 64 100 160 km/h എന്ത് ചെയ്യണം? m/s ആക്കണം. km/h m/s ആക്കാൻ 5 മേളിൽ എന്ത് വരും? 18 വരും. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പൊ 2 ഏതാണോ നമുക്ക് നോക്കാം. കാര്യം ഇത് ആൻസർ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ 0 0 പോയി ഇത് 6 വട്ടം. ഓക്കെ, 18 × 6 18 108/5 വേണമെങ്കിൽ മേലെ 2 കൊണ്ട് വിളിക്കാം. 2 കൊണ്ട് വിളിക്കുമ്പോൾ വരും അടിയിൽ 10 വരും. അപ്പൊ
102 216/10 21.6 തന്നെ വരും. അതായത് 21.6 സെക്കൻഡ് ആണ് എടുക്കുന്നത്. അപ്പൊ രണ്ടും എന്താണ് ശരിയാണ്, ബോത്ത് 1 and 2 എന്നാണ് കാണുന്നത്. ഇത് എത്ര സ്പീഡ് നിങ്ങൾ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ റാങ്കും എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. എ ബി സിയിൽ റൈറ്റ് ആംഗിൾ അറ്റ് ബി ആണ്, സി ഡി ഇസ് ദ ആംഗിൾ ബൈസെക്ടർ ആണ്. ഓക്കെ, അപ്പം എ ബി സി റൈറ്റ് ആംഗിൾ അറ്റ് ബി, എ ബി സി റൈറ്റ് ആംഗിൾ അറ്റ് ബിയിൽ സി ഡി ഇസ് ദ ആംഗിൾ ബൈസെക്ടർ ഓഫ് സി ആണ്. ഓക്കെ, ആംഗിൾ ബൈസെക്ടർ ആണ്, ഇത് പകുതിയാണ്. സി ഡി ആംഗിൾ എ 29 ആണ്. ഓക്കെ, 29 ആണ്. ദെൻ ഫൈൻഡ് എ ഡി സി. അപ്പൊ ഇത് 90, ഇത് 29 ആണെങ്കിൽ ബാക്കി എത്ര വരും? ടോട്ടൽ 180 ആണ്. 100 30, ബാക്കി 61 വരും. 61 വരുമെങ്കിൽ അതിന്റെ പകുതിയാണ് 30.5 ആണ്. ഫൈൻഡ് എ ഡി സി, എ ഡി സി. ഓക്കെ, ഇത് 30.5 ആണ്. അപ്പൊ എത്ര വന്നത്? 29 30.5 59.5 ആയി. ബാക്കി ടോട്ടൽ 180 ആണ്. 0.5 കൂടെ വരുമ്പോൾ എത്രയായി? 60 ആയി. ബാക്കി 120, അതായത് 120.5 ഓപ്ഷൻ ഡി. അപ്പൊ കാൽക്കുലേഷൻ ഈ സ്പീഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു, നമ്മുടെ റെയിൽവേയുടെ 3ാമത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു കാൽക്കുലേഷൻ സ്പീഡിന്റെ ഉപയോഗം എന്താണ്. ഇതാണ് കാൽക്കുലേഷൻ സ്പീഡിന്റെ ഉപയോഗം. അപ്പൊ അത് നിങ്ങളെ കാണിച്ചു തരും കൂടെ ചെയ്യുകയാണ് ഈ ഒരു സൊല്യൂഷന്റെ വഴി എന്ന് പറയുന്നത്. സ്പീഡായിട്ട് തോന്നുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ വേണമെന്ന് വെച്ചിരുന്ന് സ്പീഡ് കുറച്ച് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് പഠിക്കാം. നിങ്ങൾക്ക് വീണ്ടും ഓരോ ചാപ്റ്ററും പഠിച്ചിട്ട് വന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ ലെവൽ എങ്ങനെയാണെന്ന്. ഓക്കെ, സീക്കും കൊസീക്കും ഈക്വൽ ആവുന്ന സമയം എപ്പോഴാണ്? A+B90. അപ്പൊ അതൊരു ഞങ്ങൾക്ക് പറഞ്ഞുതരാം. സൈൻ എ ഈക്വൽ ടു കോസ് ബി ആകുമ്പോൾ A+B90 ആയിരിക്കും. അതേപോലെ ടാൻ എ ഈക്വൽ ടു കോഡ് ബി ആകുമ്പോൾ A+B90 ആയിരിക്കും. ഇത് കോസാണ്. കൊസീക്ക് എ ഈക്വൽ ടു സീക്ക് ആകുമ്പോൾ A+B90 ആയിരിക്കും. അപ്പോൾ A+B90 ആയാൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. സീക്കും കൊസീക്കും ഈക്വൽ ആവുന്ന, ഇനി ഇത് പറയത്തില്ല, ഞാൻ ട്രിഗ്നോമെട്രിയുടെ അർജുന വെച്ച് പഠിപ്പിച്ചിട്ടില്ല. 4x + 2x 6x - 24 = 90 ആണ്. ഇപ്പൊ 6x എന്ന് പറഞ്ഞാൽ 114 ആണ്. 27 അപ്പുറത്ത് പോകുമ്പോൾ 114 ആണ്. ഇപ്പൊ x എന്ന് പറഞ്ഞാൽ 114/6. 114/6 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 19. ഇപ്പൊ 19 ആണ് നമ്മുടെ ആറിന്റെ വാല്യൂ. 4x ഇതാണ് 4x +4 ആണ്. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 19. ഓപ്ഷൻ ഡി. ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാം പോസിറ്റീവ് ആണ് കേട്ടോ. മോഹൻ സോൾഡ് ഐറ്റം ഇത്രയാണ്. ഇത്ര ലോസ് കിട്ടും. അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഹാവ് സോൾഡ് ടു ഗെയിൻ ദ പ്രോഫിറ്റ് ഓഫ് 40%. അപ്പൊ 40% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 140. അതിനകത്ത് 7 ഉണ്ട്. 7നെ വെട്ടിക്കളയാൻ വേണ്ടി താഴെ ആരുമില്ല. 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. 15 1 16 2. ഇത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 7ന്റെ മൾട്ടിപ്പിൾ നോക്കുന്ന എളുപ്പം അല്ലല്ല, കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ ലോസ് 25%. 25% ലോസ് എന്ന് പറഞ്ഞാൽ 75നെ വെക്കുന്നത്. 75ന്റെ വാല്യൂ ആണ് 84.00. പ്രോഫിറ്റ് 140ന്റെ വാല്യൂ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 25 വെച്ചിട്ടുമ്പോൾ ഇത് 4 വരും. ഇവിടെ 100 ഉണ്ട്. ഇവിടെ 3 വരും. 3 × 28. നമ്മുടെ ലാസ്റ്റ് 0 ആയിരിക്കും. യൂണിറ്റ് എന്തായിരിക്കും? 4 4 16 6 8 48. 8 0 അവസാനിക്കും. ഓപ്ഷൻ എ എന്ത് ചെയ്യാം? മാർക്ക്. ഇവിടെ നമ്മൾ ഫുള്ള് കാൽക്കുലേഷൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല. എന്താ ചെയ്തേ? ലോസ് 25% എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ 75% ആണ് വിൽക്കുന്നത്. അർജുന ബാച്ചിലെ ക്ലാസ്സുകളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് 140 വിൽക്കണമെങ്കിൽ കോസ്റ്റ് പ്രൈസിന്റെ 140% വിൽക്കണം. കാൽക്കുലേഷൻ ചെയ്യുന്ന വഴി ശ്രദ്ധിച്ചോളാം. യൂണിറ്റ് വെച്ച് എന്ത് ചെയ്തു? യൂണിറ്റ് വെച്ച് ചെയ്തു. കാര്യം 0 ഉണ്ട്, ബാക്കി വരുന്ന യൂണിറ്റ് 8 0 അവസാനിക്കും. 7ന്റെ മൾട്ടിപ്പിൾ അവിടെ ആയില്ല. കാര്യം 2 3 ഓപ്ഷൻസ് 7ന്റെ മൾട്ടിപ്പിൾ വരും. അത് ചെയ്യണം. അങ്ങനെ എ ആൻഡ് ബി കംപ്ലീറ്റ് വാക്യം 36, ബി ആൻഡ് സി കംപ്ലീറ്റ് വാക്യം 30. ഓക്കെ, എഫിഷ്യൻസി ഓഫ് ബിയും സിയും ഈക്വൽ ആണ്. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ എ എലോങ് ടു ഡു ഹാഫ് ദ വർക്ക്. എളുപ്പമാണ്. എയും ബിയും 36, അതുപോലെ ബിയും സിയും 30. എത്രയാണ് ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ? 180 ആണ്. LCM അത് നമ്മുടെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇത് 5 വരും, ഇത് 6 വരും. ബിയുടെയും സിയുടെയും എഫിഷ്യൻസി ഈക്വൽ ആണ്. അതായത് B+Cയുടെ എഫിഷ്യൻസി 6 ആണെങ്കിൽ ബിയും 3 ആണ്, സിയും 3 ആണ്. ഇവിടെ ബിക്ക് വരെ 3 കൊടുക്കാം. എയുടെ എഫിഷ്യൻസി 2 വരും അല്ലെ? ടോട്ടൽ 5 വരും. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ എ എലോങ് ടു കംപ്ലീറ്റ് ഹാഫ് ഓഫ് ദ വർക്ക്. ഹാഫ് ഓഫ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ 180 പോയി 90. എഴുതേണ്ട കാര്യമില്ല. 90 എക്ക് എത്ര സമയം എടുക്കും? 2 എഫിഷ്യൻസി വെച്ച്. ഇപ്പൊ 90/2 45 ദിവസം. ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 47% കമ്പനി മെയിലാണ്, റെസ്റ്റ് 196 ഫീമെയിൽ ആണ്. 60 ന്യൂ എംപ്ലോയീസ് ജോയിൻ ദ കമ്പനി, ഔട്ട് ഓഫ് വിച്ച് 40% ഫീമെയിൽ ആണ്. ദ മെയിൽ എംപ്ലോയീസ് ഇൻ ദ കമ്പനി ബിക്കംസ്, അത് ന്യൂ എംപ്ലോയീസ് ആണ് വരുന്നത്. അപ്പൊ 47% മെയിൽ ആണെങ്കിൽ റെസ്റ്റ് 196 ആണ് ഫീമെയിൽ. അപ്പൊ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? 56%. 56% ടോട്ടലാണ് 196 വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മെയിലിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 47%. ഓക്കെ, 47%. അപ്പൊ എത്ര? 56 ഗുണം എത്ര എഴുതി വെച്ചിരിക്കുന്നത്? 56 ഗുണം 4 അല്ല, 56 ഗുണം ഓക്കെ 44. 56% വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 196. 44% കണ്ടുപിടിച്ചാൽ മെയിലിന്റെ എണ്ണം കിട്ടും. 56 കൊണ്ട് വെട്ടാൻ പറ്റും. 14. ഓക്കെ, 14 × 4 ആണിത്. 14 ഗുണം 14 ആണിത്. ഓക്കെ, 4 വെച്ചിരിക്കുമ്പോൾ 11. 11 ഗുണം 14 എത്ര വരും? 154. അതായത് ടോട്ടൽ 157 എംപ്ലോയീസിൽ അല്ല, ഇത് മെയിൽസിൻ്റെ എണ്ണം. മെയിലിൻ്റെ എണ്ണമാണ് 154. കാര്യം 47%. 60 ന്യൂ എംപ്ലോയീസ് വരുന്നതിൽ 40% ഫീമെയിലാണ്. ബാക്കി 60% ആരാണ്? മെയിലാണ്. അപ്പോൾ ഇതിൻ്റെ 60% എന്ന് പറഞ്ഞാൽ എത്ര? 10% 6, 60% പറഞ്ഞാൽ 36. അപ്പോൾ ഇതിൻ്റെ കൂടെ 36 കൂടി എത്ര വരും? 190 മെയിൽ എംപ്ലോയീസ് എവിടെ വരും? ആ ഒരു സ്ഥലത്ത് വരും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എഴുതിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ ലേറ്റ് ആവത്തേ ഉള്ളൂ. ഇപ്പോൾ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് ഏകലവ്യ ബാച്ചിൽ നമ്മൾ ക്ലിയർ ആയിട്ട്
ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ എങ്ങനെ നിങ്ങൾ ചെയ്യണം, ഇപ്പോൾ എല്ലാ ക്വസ്റ്റിനും ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ 1 മിനിറ്റ് കൂടുതൽ എടുക്കുന്ന സൊല്യൂഷൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് പെൻ ഫ്രീ ആയിട്ട് ചെയ്തു, ഒരുപാട് ക്വസ്റ്റ്യൻസ് DTSM ഉപയോഗിച്ചു, ഒരുപാട് ക്വസ്റ്റ്യൻസ് 30 സെക്കൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല, ആരും പറഞ്ഞു തരത്തില്ല. ഇത് എൻ്റെ സ്വന്തം ചാനലാണ്, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിവിടെ ഒരു മാർക്കറ്റിങ്ങോ ഒന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാൻ വേണ്ടിയാണ് ഈ ഒരു ചാനൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും വേറെ ഒരു സംസാരവും ഇല്ല, നമ്മൾ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എന്ത് ചെയ്യും എന്നും തന്നുകൊണ്ടിരിക്കും, എപ്പോൾ വരായാലും തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബാക്കി ക്ലാസ്സുകളെല്ലാം വരുന്നുണ്ട്. SSC CGL CHS പ്രാക്ടീസ് ബാച്ചും ഈ ആഴ്ച തന്നെ തുടങ്ങുന്നതായിരിക്കും. അതും നന്നായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും പഠിക്കുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ എല്ലാം ഇന്ന് ഞാൻ PDF എന്ത് ചെയ്യും, ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ എല്ലാം PDF ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ സൊല്യൂഷൻ നോക്കി എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ചെയ്തത് ഒരു വട്ടം കണ്ടിട്ട് പിന്നെ ഡൗട്ട് വരും. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് നോക്കി അത് റിവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.